യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കണം നമ്മളുടെ കുറിവാക്യം എന്തായിരുന്നു എന്നുള്ളത്. നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായി സങ്കീർത്തന പുസ്തകം 46 അധ്യായം 10 വാക്യത്തെ വായിച്ചുകൊണ്ടാണ് ഈ ഒരു ചിന്ത പരമ്പരയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിയത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ദൈവം എപ്പോഴും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് എന്നുള്ളത് നമുക്ക് ആ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം എത്രത്തോളം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഉത്സുകനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാനായിലെ കല്യാണത്തിന് കർത്താവ് യേശുക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്നും അതേപോലെ തന്നെ തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനത കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് ഭൂമി എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുതയും നമുക്ക് ദൈവത്തിന്റെ സ്വഭാവമായിട്ട് പരിഗണിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം തന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവം തന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തണമെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവം ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിപ്പാൻ തക്കോണം ഇടയായി തീർന്നത്. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചിന്തിച്ചത് അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമ്മൾ നമ്മുടെ ചിന്താകുലങ്ങളെ ദൈവത്തിന്റെ മേൽ ഇടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതലുകളെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആത്മീക ചിന്തയാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ദൈവ വചനത്തിൽ കാണുന്നതായ അതേ ആ ദൈവ മഹത്വം തീർച്ചയായിട്ടും വെളിപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം തന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെല്ലാം തന്നെ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിൽ ആശ്രയിച്ചു. അവരുടെ ട്രസ്റ്റ്, അവരുടെ ആശ്രയത്വം പൂർണ്ണമായി അവർ ദൈവത്തിൽ ഇട്ടപ്പോൾ ദൈവം അവരിൽ പ്രവർത്തിക്കാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ ആശ്രയം പൂർണ്ണമായും കർത്താവിലേക്ക് ഇട്ടാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതായ അനേക മേഖലകളുണ്ട്. പലപ്പോഴും നമുക്ക് പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മഹത്വം വെളിപ്പെടുവാൻ നമ്മൾ അങ്ങനെയുള്ളവരെ ആശ്രയിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ പോലും നമ്മെ സഹായിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നിരാശയുടെ ആഴ കയങ്ങളിലേക്ക് പോകാറുണ്ട്. എന്നാൽ ദൈവവചനം നമ്മോട് പഠിപ്പിക്കുന്നത് ദൈവത്താലുള്ള അനുഗ്രഹം മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. ഈ ലോകം നൽകുന്ന അനുഗ്രഹങ്ങൾ, ഈ ലോകം നൽകുന്ന സൗകര്യങ്ങൾ അതെല്ലാം തന്നെ താൽക്കാലികവും അതേപോലെ തന്നെ നമുക്ക് സമാധാനം തരുന്നതുമല്ല. ഒരുപക്ഷെ താൽക്കാലികമായിട്ട് നമുക്ക് സമാധാനം ഫീൽ ചെയ്യാം, പക്ഷേ അത് യഥാർത്ഥ സമാധാനമല്ല എന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ഞാൻ നൽകുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ആശയത്തെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 28 വാക്യം വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഈ വേദഭാഗത്തിന്റെ മറ്റ് വേദഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഒരു ആഹ്വാനം ചെയ്യുകയാണ്. ആരെയാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതായത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം വല്ലാതെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കർത്താവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുവാദമില്ലാതെ അല്ല, നമ്മളുടെ പങ്കാളിത്തമില്ലാതെ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. ദൈവത്തെ നമുക്ക് എപ്പോഴും വളരെ ജെന്റിലായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ പിശാച് അങ്ങനല്ല. പിശാച് ഒരിക്കലും ജെന്റിലല്ല, അവൻ മാന്യനല്ല. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ പ്രത്യേകിച്ച് അപേക്ഷ കൊടുക്കേണ്ട. അവസരം കിട്ടുന്നിടത്ത് എവിടെയാണോ നുഴഞ്ഞു കയറുവാൻ സാധിക്കുന്നത് അവിടെ അവൻ നുഴഞ്ഞു കയറും. പക്ഷേ പിശാച് നമ്മളിൽ നുഴഞ്ഞു കയറാതെ വണ്ണം ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട് എന്നുള്ളതായ ആത്മീയ സത്യം യോബിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവഭക്തരായി ജീവിക്കുന്നവരായ ആളുകൾക്ക് ദൈവം തന്റെ ദൂതന്മാരുടെ കാവൽ, തന്റെ വേലി താൻ നമുക്ക് ചുറ്റും നൽകിയിട്ടുള്ളത് കൊണ്ട് പിശാചിന് ദൈവത്തിന്റെ അനുവാദമില്ലാതെ നമ്മളെ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവനെ പരീക്ഷിക്കുവാനും
വിശ്വാസത്തിൽ നിന്നും അവനെ വ്യതിചലിപ്പിക്കുവാനും പിശാച് ആലോചിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ അനുവാദത്തിന് വേണ്ടി ചെന്നപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ദൈവത്തോട് അപേക്ഷിച്ചു. എന്നിട്ട് മാത്രമാണ് പത്രോസിനെ പരീക്ഷിക്കുവാൻ പിശാചിന് അനുവാദം കൊടുക്കുന്നത്. അപ്പോൾ നോക്കണേ, നമ്മൾ എത്രത്തോളം ദൈവകരങ്ങളിൽ സുരക്ഷിതത്വമുള്ളവരാണ്. ദൈവം നമ്മെ പരിപാലിക്കുന്ന ആ വിധങ്ങളെ ഓർത്ത് നമ്മൾ എപ്പോഴും ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയണം. ദൈവത്തിനുള്ളവയെ ദൈവം സൂക്ഷിക്കുന്നു, ദൈവത്തിനുള്ളവയെ ദൈവം കാത്തു പരിപാലിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളോട് നമ്മളുടെ പങ്കാളിത്തം ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ഇവിടെ വിളിച്ചു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ. രണ്ട് വിഭാഗം ആളുകളെ ഇവിടെ ദൈവവചനത്തിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് അധ്വാനിക്കുന്നവർ, ദോസ് ഹു ലേബർ. രണ്ടാമതായിട്ട് ഭാരം ചുമക്കുന്നവർ, ദോസ് ഹു ടേക്ക് ദ ബർഡൻസ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. ഒന്നാമത്തെ ലേബർ അല്ലെങ്കിൽ അധ്വാനം എന്നുള്ളതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള ഭാരങ്ങൾ നമ്മൾ എടുക്കുന്നതിനെയാണ് ലേബർ എന്ന് പറയുന്നത്. എന്നാൽ ഈ രണ്ടാമത്തെ കാര്യം ഭാരം ചുമക്കുന്നവർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഭാരം നമ്മൾ വഹിക്കുന്നവരായി തീരുന്നവരായ ആളുകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതേസമയം തന്നെ മറ്റുള്ളവരുടെ ഭാരം കൂടെ ഏറ്റെടുത്ത് അത് ചുമക്കുവാൻ, രണ്ടും കൂടെ ചുമക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നതായ ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ എങ്കലേക്ക് വരുവിൻ, എൻ്റെ അടുക്കലേക്ക് വരുവിൻ. യേശു അവരെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു. ഒരിക്കലും യേശു പറഞ്ഞത് അക്കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ആ മോശയുടെ മേധാവിത്വം അനുസരിച്ച് നിങ്ങൾ മോശ അടുക്കിലേക്ക് ചെല്ലാനാണോ പറഞ്ഞത്? അല്ല, ഇന്ന് ക്രിസ്ത്യാനികൾ പലരും വിളിക്കുന്നതായ മധ്യസ്ഥന്മാരുടെ അടുക്കിലേക്കോ ഏതെങ്കിലും മനുഷ്യ നിയോഗിതമായ മധ്യസ്ഥന്മാരുടെ അടുക്കിലേക്ക് ചെല്ലാനാണോ യേശു പറയുന്നത്? അല്ല, യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ എന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ട് യേശു ഒരിക്കലും നമ്മളോട് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഉപദേശം കേൾക്കണമെന്നോ ഏതെങ്കിലും ഒരു സംഘടനയിൽ ജോയിൻ ചെയ്യണമെന്നോ ഒന്നുമല്ല ഇവിടെ യേശു പറയുന്നത്. യേശു പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ആശ്രയത്വത്തിലൂടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി നമ്മൾ ആശ്രയിക്കുന്നതിലൂടെ, വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയും. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ യേശു ചെയ്യുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്താണ് ആശ്വാസം? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നമ്മൾ വലിയൊരു ഭാരം ചുമക്കുമ്പോൾ മറ്റൊരാൾ വന്ന് നമ്മുടെ ആ ഭാരത്തെ ഒന്ന് താങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ആശ്വാസം എത്ര വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ കർത്താവ് പറയുന്നു, നിന്റെ ഭാരത്തെ ഞാൻ എടുക്കാം. നീ വഹിക്കുന്നതായ അധ്വാനത്തെ, അതേപോലെ തന്നെ നീ വഹിക്കുന്നതായ ഭാരത്തെ ഞാൻ ഏറ്റെടുക്കാം എന്ന് യേശു പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസത്തെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾക്കുള്ള അധ്വാനവും ഭാരങ്ങളും, മറ്റുള്ളവരുടെ ഭാരങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ, മുന്നോട്ട് പോകാൻ കഴിയാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ ആ പ്രശ്നത്തിലുള്ള പരിഹാരം യേശുക്രിസ്തുവാണ് എന്നുള്ള വലിയ സത്യമാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഭാരങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരും അതേസമയം തന്നെ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നവരും ആകയാൽ നമ്മുടെ ആ വിഷയത്തിന് പരിഹാരമുണ്ടാകുവാൻ ഏക വഴി എന്ന് പറയുന്നത് വ്യക്തിപരമായി നാം കർത്താവ് യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അവൻ നമ്മുടെ ഭാരം വഹിക്കുമ്പോൾ നമ്മുടെ ഭാരം പൂർണ്ണമായിട്ടും ഒഴിവാകുകയും മറ്റൊരാളുടെ ഭാരം ഏറ്റെടുക്കത്തക്കവണ്ണം നമ്മൾ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാരങ്ങൾ വഹിക്കുന്നവരും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നവരുമായിരിക്കാം. പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ മാനസിക സംഘർഷം, നിങ്ങൾ അനുഭവിക്കുന്നതായ ആ ബുദ്ധിമുട്ടിന്റെ നടുവിൽ കർത്താവ് പറയുന്നു, നീ എൻ്റെ അടുക്കിലേക്ക് വരിക. എങ്ങനെ വരിക? വിശ്വാസത്താൽ, അവനിലുള്ള ആശ്രയത്താൽ അവൻ്റെ അടുക്കിലേക്ക് വരിക. വേറൊരു വഴിയുമില്ല. മോശയുടെ അടുക്കിലേക്കോ അതേ മധ്യസ്ഥന്മാരുടെ അടുക്കിലേക്കോ പുണ്യവാളന്മാരുടെ അടുക്കിലേക്കോ മനുഷ്യന്റെ അടുക്കിലേക്കോ പോയാൽ പോലും നിനക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കുകയില്ല. ആ ശാശ്വതമായ സമാധാനവും സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കാൻ കഴിയേണ്ടതിന്
ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ വ്യക്തിപരമായി നാം അവൻ്റെ അടുക്കൽ അവനെ ആശ്രയിച്ച് ചെന്നാൽ തീർച്ചയായിട്ടും ആ ദൈവിക ആശ്വാസത്താൽ ദൈവം നമ്മെ നിറയ്ക്കുവാനും ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ടും അതേപോലെ തന്നെ നിങ്ങൾ ആശ്വാസമുള്ള വ്യക്തികളായിട്ടും കാണുവാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ വലിയൊരു കടഭാരത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ നാളുകളെ ഓർത്ത് വളരെ ടെൻഷൻ അടിക്കുന്നതായ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ഈ ഭാരത്തെ കർത്താവിനോട് പറഞ്ഞ് നിന്റെ ഭാരം യേശുവിലേക്ക് ഇട്ട് പൂർണ്ണമായിട്ടും സ്വസ്ഥമാകുന്നുവെങ്കിൽ ആ ദൈവ സമാധാനം നിന്റെ ഹൃദയത്തിൽ വസിക്കാനും വിശ്വാസത്തോടെ പറയുവാൻ സാധിക്കും, അതെ, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വ്യക്തിപരമായിട്ട് ഞങ്ങൾ ദൈവസ്ഥനിലേക്ക് കടന്നു വരുവാനുള്ള ആ ദൈവിക വാഗ്ദത്തം, ദൈവിക വിളി ഞങ്ങൾക്ക് ഇന്ന് കേൾക്കുവാൻ തക്കോണം അങ്ങ് സഹായിച്ചല്ലോ. എന്നെ കേൾക്കുന്നവരായ ആളുകൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ വഹിക്കുന്നതായ ഭാരം, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കേണ്ടി വരുന്നതായിട്ടുള്ള അവസ്ഥകളിലും കർത്താവെ പൂർണ്ണമായിട്ടും കർത്താവ് യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് വ്യക്തമായൊരു വിടുതൽ ജീവിതത്തിൽ കാണുവാൻ, സമാധാനം കാണുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.